ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ്. അപ്പൊ ഇന്നലെ നമ്മൾ പറഞ്ഞത് പ്രൈവറ്റ് കമ്പനി എന്താണെന്നുള്ളതാണ്. ഇന്നിപ്പോ പറയണു പബ്ലിക് കമ്പനി. പബ്ലിക് കമ്പനി എന്ന് പറയുന്നത് വിച്ച് ഈസ് നോട്ട് എ പ്രൈവറ്റ് കമ്പനി. നിങ്ങൾ എല്ലാവരും കുറെ പേര് എന്നോട് എന്ത് ബുക്കാന്ന് ചോദിച്ചു, വാങ്ങേണ്ടത് എന്നൊക്കെ ചോദിച്ചു. ഇപ്പൊ ഞാൻ എടുക്കുന്ന ബുക്ക് ഇത്തിരി ടഫാണ് കേട്ടോ. ടീച്ചർ ഇപ്പൊ എടുക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബുക്കാണ് എടുക്കുന്നത്. നിങ്ങള് എക്സലിന്റെ വാങ്ങിയാൽ മതി കേട്ടോ. എക്സലിന്റെ നമ്മുടെ കോളേജിൽ വരും. എക്സൽ നോക്കിയിട്ട് വാങ്ങാം. ഓക്കെ. അപ്പൊ പറഞ്ഞു വന്നത് പബ്ലിക് കമ്പനി. പബ്ലിക് കമ്പനി എന്ന് പറയുന്നത് മീൻസ് എ കമ്പനി വിച്ച് ഈസ് നോട്ട് എ പ്രൈവറ്റ് കമ്പനി. എന്താകാൻ പാടില്ല? പ്രൈവറ്റ് കമ്പനി ആവാനായിട്ട് പാടില്ല. അതോടൊപ്പം തന്നെ മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എത്ര ഉണ്ടായിരിക്കേണ്ടതാണ്? ഓഫ് 5 lakhs rupees or such higher paid up capital omitted by the Companies Amendment Act 2016. അതായത് കമ്പനീസ് ആക്ട് 2015 അമെന്റ്മെന്റിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. 5 lakh rupees എങ്കിലും ഷെയർ ക്യാപിറ്റൽ ഉണ്ടായിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള കമ്പനീസ് ഒക്കെ ഏത് കാറ്റഗറിയിൽ വരുന്നതായിരിക്കും? പബ്ലിക് കമ്പനിയിൽ വരുന്നതായിരിക്കും. Provided that a company which is a subsidiary of a company, not being a private company, shall be deemed to be a public company for the purpose of this act. അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും ഒരു കമ്പനിയുടെ സബ്സിഡറി, അതായത് അതിന്റെ കീഴിൽ തന്നെ അതിന്റെ തന്നെ വേറൊരു ഭാഗം വേറെ സ്ഥലത്ത് വർക്ക് ചെയ്യുന്നത്, അങ്ങനെയുള്ള കമ്പനീസും അതിന്റെ പാരന്റ് കമ്പനി ഏതാകാൻ പാടില്ല? പ്രൈവറ്റ് കമ്പനി ആകാൻ പാടില്ല. എ എന്ന് പറയുന്ന ഒരു പബ്ലിക് കമ്പനി അതെവിടെ സിറ്റുവേറ്റ് ചെയ്യുന്നു? തിരുവനന്തപുരത്ത് സിറ്റുവേറ്റ് ചെയ്യുന്നു. ബി എന്ന് പറയുന്ന ഒരു സബ്സിഡറി കമ്പനി അതിന്റെ തന്നെ തൃശ്ശൂരുണ്ട്. അപ്പൊ എ എന്ന് പറയുന്ന കമ്പനി പബ്ലിക് കമ്പനി ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബി എന്ന കമ്പനിയും പബ്ലിക് കമ്പനി. മനസ്സിലായോ? അങ്ങനെ. അപ്പൊ അങ്ങനെ ഉള്ളതൊക്കെ പബ്ലിക് കമ്പനിയിൽ വരുന്നതാണ്. പബ്ലിക് കമ്പനിയിൽ പ്രത്യേകത എന്താണ്? ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. ആർക്ക് വേണമെങ്കിലും ഷെയർസ് വാങ്ങി ഷെയർ ഹോൾഡർ ആകാനായിട്ട് സാധിക്കും. ഷെയർസ് എത്രയുണ്ടെങ്കിൽ അത് പബ്ലിക്കിനെ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. ഒക്കെ നിങ്ങൾ പഠിച്ചതല്ലേ, കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ പഠിച്ചതല്ലേ. ഷെയർസ് എങ്ങനെയാണ് പബ്ലിക്കിന് കൊടുക്കുന്നത്? പബ്ലിക് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ, കോൾഡ് അപ്പ് ക്യാപിറ്റൽ, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, അങ്ങനെ ഉള്ള എമൗണ്ട് ഒക്കെ നോക്കിയിട്ട് അതനുസരിച്ച് നമുക്ക് ക്യാപിറ്റൽ റേസ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഷെയർ ഹോൾഡേഴ്സിന്റെ നമ്പറും മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ കമ്പനീസ് ആക്ട് 2013 required all companies to file the following additional declarations with the register of companies. അപ്പൊ 2013 കമ്പനീസ് ആക്ടിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് എല്ലാ കമ്പനീസും ഡിക്ലെയർ ചെയ്യേണ്ടതാണ് കമ്പനീസിന്റെ രജിസ്റ്ററിന്റെ അടുത്ത് അവരുടെ ബോറോയിങ് പവേഴ്സിനെ കുറിച്ച്, അവരുടെ ബിസിനസിനെ കുറിച്ച്, എന്നാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിനെ കുറിച്ചൊക്കെ ആരെ ബോധിപ്പിക്കേണ്ടതാണ്? രജിസ്ട്രാറെ ബോധിപ്പിക്കേണ്ടതാണ്. ഡിക്ലറേഷൻ ബൈ എ ഡയറക്ടർ. ആർക്ക് ഡിക്ലറേഷൻ? ഇപ്പൊ എ എന്ന് പറയുന്ന കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഞാനുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ഞാനാണ് അത് ഡിക്ലെയർ ചെയ്യേണ്ടത്. അതുപോലെ നിങ്ങൾ ആരെങ്കിലും മെമ്പേഴ്സ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങളായിരിക്കണം അത് ഡിക്ലെയർ ചെയ്യേണ്ടത്. ഡിക്ലറേഷൻ ബൈ എ ഡയറക്ടർ ദാറ്റ് മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഹാസ് ബീൻ പെയ്ഡ്. മിനിമം ഇത്ര എങ്കിലും ഷെയർ ക്യാപിറ്റൽ ഉണ്ടായിരിക്കണം, അത് കൊടുക്കാമെന്നുള്ളത് ഡിക്ലെയർ ചെയ്യണം. കമ്പനി ഹാസ് ഫയൽഡ് വെരിഫിക്കേഷൻ ഓഫ് എ രജിസ്റ്റേർഡ് ഓഫീസ്. കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് ഇന്ന സ്ഥലത്താണ്, ഏത് സ്ഥലത്താണെങ്കിൽ അത് വെരിഫൈ ചെയ്യാനായിട്ട് രജിസ്ട്രാർക്ക് കൊടുക്കേണ്ടതാണ്. കമ്പനീസ് അമെന്റ്മെന്റ് ആക്ട് 2015 ഹാസ് റിമൂവ്ഡ് ദി അബവ് റിക്വയർമെന്റ്സ് ആൻഡ് ഡിലീറ്റഡ് സെക്ഷൻ 11 ഓഫ് ദി കമ്പനീസ് ആക്ട്. ദിസ് റെഡ്യൂസസ് ദ ഫയലിംഗ് ടു ബി മെയ്ഡ് ബൈ കമ്പനീസ് ഇൻ ഇന്ത്യ. ഇത് കുറെ കാര്യങ്ങളിലൊക്കെ കുറെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് സെറ്റ് ബാക്ക് ദ കൺസെപ്റ്റ് വിച്ച് ദർ ഈസ്, അതായത് 1956 കമ്പനീസ് ആക്ടിൽ കുറച്ചും കൂടി മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് അവരൊക്കെ വരേണ്ടതാണ്. ബിസിനസ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് ബിസിനസ് വരേണ്ടതാണ്. അത് 1956 ആക്ടിൽ സെക്ഷൻ 10A അതിനെക്കുറിച്ച് പറയുന്നത്. അത് എന്താന്നുള്ളതാണ് അടുത്തതായിട്ട് വരുന്നത്. അപ്പൊ ഇതുവരെയുള്ളത് ഒന്നും കൂടി പറയാം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് പ്രൈവറ്റ് കമ്പനിയാണ്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പബ്ലിക് കമ്പനിയാണ്. പബ്ലിക് കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം പ്രൈവറ്റ് കമ്പനി ആകരുത്. അതോടൊപ്പം തന്നെ ഇതിന്റെ ഷെയർ ക്യാപിറ്റൽ 5 lakhനേക്കാളും കൂടുതലായിരിക്കണം. മനസ്സിലായല്ലോ? അപ്പൊ അങ്ങനെയുള്ളതൊക്കെയാണ് പബ്ലിക് കമ്പനി. അതോടൊപ്പം തന്നെ ഒരു പബ്ലിക് കമ്പനിയുടെ സബ്സിഡറി കമ്പനിയെയും നമുക്ക് ഏത് കമ്പനിയായിട്ട് പറയാം? പബ്ലിക് കമ്പനിയായിട്ട് പറയാനായിട്ട് സാധിക്കും.
അതുപോലെ പബ്ലിക് കമ്പനിയുടെ മറ്റുള്ള ഫീച്ചേഴ്സ് ഒക്കെയാണ്, ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. ഷെയർ ഹോൾഡേഴ്സിന്റെ നമ്പറിലൊന്നും ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. അവര് ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്യുന്നതിലും അതോടൊപ്പം തന്നെ ഷെയർസ് ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഏതിൽ വരുന്നതാണ്? പബ്ലിക് കമ്പനിയിൽ വരുന്നതാണ്. പിന്നെ കമ്പനീസ് ആക്ട് 2013 പറയുന്നുണ്ട്, ഒരു പബ്ലിക് കമ്പനിയിൽ അഡീഷണൽ ആയിട്ടുള്ള ഡിക്ലറേഷൻസ് ഒക്കെ നടത്തണം. ആർക്കായിരിക്കണം ഡിക്ലറേഷൻ നടത്തേണ്ടത്? രജിസ്ട്രാർക്കായിരിക്കണം ഡിക്ലറേഷൻ നടത്തേണ്ടത്. ആരാണ് നടത്തേണ്ടത്? ഡയറക്ടർ ഓഫ് ദി കമ്പനി ആയിരിക്കണം നടത്തേണ്ടത്. അതായത് എന്തിനെ കുറിച്ചൊക്കെയാണ് ഡിക്ലറേഷൻ നടത്തേണ്ടത്? നമ്മുടെ കമ്പനിയുടെ ഷെയർ ക്യാപിറ്റലിനെ കുറിച്ച്, നമ്മളുടെ കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസിനെ കുറിച്ച്, നമ്മളുടെ കമ്പനിയുടെ ബിസിനസ് കമൻസ്മെന്റിനെ കുറിച്ച്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ രജിസ്ട്രാറെ ഇൻഫോം ചെയ്യുക. ബിസിനസ് എങ്ങനെയാ കമൻസ് ചെയ്യേണ്ടത്? രജിസ്ട്രാർ ആണ് പറയാ. അതുവരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിക്ലെയർ ചെയ്യേണ്ടതാണ്. ഇതുവരെ മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെയുള്ള ഡിക്ലറേഷൻസിന്റെ ഒക്കെ ബേസില് നമുക്ക് ബിസിനസ് ചെയ്യാനായിട്ടുള്ള കമൻസ്മെന്റ് ഓഫ് സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് ബിസിനസ് എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് തരും. ആ സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ആ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 10A അതിനെക്കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ സെക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് സെക്ഷൻ 10A എന്നതാണ് അടുത്തത്. മനസ്സിലായല്ലോ കുട്ടികളെ? ഓക്കെ. അപ്പൊ അതില് ന്യൂ സെക്ഷൻ 10A പറയുന്നതിനെ കുറിച്ചിട്ടാണ്. എ കമ്പനി ഇൻകോർപ്പറേറ്റഡ് ആഫ്റ്റർ ദ കമൻസ്മെന്റ് ഓഫ് ദ കമ്പനീസ് ആക്ട് 2019 എന്ന് പറയുമ്പോൾ 2013 അമെന്റ്മെന്റ് നടത്തിയതാണ്. എന്താണ് അമെന്റ്മെന്റ് എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? അമെന്റ്മെന്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേഞ്ചസ് വരുത്താം, മോഡിഫിക്കേഷൻസ് വരുത്താം. അതിനെയാണ് എന്ത് പറയുന്നത്? അമെന്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ കമ്പനീസ് ആക്ട് 2013 അമെന്റ്മെന്റ് നടത്തിയിട്ടുള്ള വർഷമാണ് 2019. അതിൽ പറയുന്നുണ്ട്, ഷെയർ ക്യാപിറ്റൽ ഷാൽ നോട്ട് കമൻസ് എനി ബിസിനസ് ഓർ എക്സൈസ് എനി ബോറോയിങ് പവർ അൺലെസ്, അതായത് ബിസിനസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിക്ലറേഷൻ ഈസ് ഫൈൽഡ് വിത്തിൻ എ പീരീഡ് ഓഫ് 180 days ഫ്രം ദ ഡേറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഓഫ് ദി കമ്പനി. കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 180 daysന് ഉള്ളിൽ തന്നെ ഡിക്ലറേഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കണം രജിസ്ട്രാറിന്. അപ്പൊ എല്ലാവരും മെമ്മോറാണ്ടത്തില് അതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരിക്കണം, ഇത്ര ഷെയർസ് ഇഷ്യൂ ചെയ്തു, ഇത്ര ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്തു, ഇത്ര ഷെയർസ് ആണുള്ളത്. അങ്ങനെ എല്ലാ ഇൻഫർമേഷനും അതിൽ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സെക്ഷൻ 10. രണ്ടാമതാണ്, ദ കമ്പനി ഹാസ് ഫൈൽഡ് വിത്ത് ദ രജിസ്ട്രാർ എ വെരിഫിക്കേഷൻ ഓഫ് ഇറ്റ്സ് രജിസ്റ്റേർഡ് ഓഫീസ്. കമ്പനി ഞങ്ങളുടെ രജിസ്റ്റേർഡ് ഓഫീസ് വെരിഫൈ ചെയ്തു എന്നുള്ളതിന്റെ തെളിവിനായിട്ട് ഏതെങ്കിലും ഒരു ഇത് ഫയൽ ചെയ്യേണ്ടതാണ്. അങ്ങനെയുള്ള കമ്പനീസിനെയാണ് എന്ത് പറയുന്നത്? പബ്ലിക് കമ്പനി എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ കുട്ടികളെ? ഇനി അടുത്തത് ഡിഫറൻസസ് ബിറ്റ്വീൻ പബ്ലിക് കമ്പനി ആൻഡ് പ്രൈവറ്റ് കമ്പനി. അടുത്ത ദിവസം എടുക്കാം കേട്ടോ. ഓക്കെ.